ജില്ലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഏക മണ്ഡലമെന്ന് വേണമെങ്കിൽ പറയാം, അത് മണലൂരാണ്. ശക്തരായ 3 സ്ഥാനാർത്ഥികൾ അണിനിരന്നിരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KK അനീഷ് കുമാറാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിച്ച മുഴുവൻ ആളുകളും കളത്തിലിറങ്ങുമ്പോൾ അവർക്കൊപ്പം നിന്ന് വോട്ട് തേടാൻ എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി. അദ്ദേഹത്തോട് തന്നെ ആദ്യം നമുക്ക് ചോദിക്കാം, എങ്ങനെ ഇതിൻ്റെ മൊത്തം ഒരു ട്രെൻഡ്? മൊത്തം ട്രെൻഡ് 2024 തിരുത്തി എഴുതി കുറിച്ചിരിക്കുന്നു. അത് ചരിത്ര എഴുത്താണ്. അത് ശക്തി പ്രാപിക്കുന്നത് മറ്റുള്ളവർക്ക് ഭയപ്പാടാണ്. ഭയത്തിൻ്റെ ആവശ്യമില്ല, കരുതൽ മതി അവർക്ക്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം BJP ഉണ്ടാക്കാനായി. ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ എത്രമാത്രം മുന്നോട്ട് പോകാം? ഗുരുവായൂർ പോലും നമുക്ക് മുന്നേറ്റം ഉണ്ടായില്ലേ. പിന്നെ ഗുരുവായൂരിൻ്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് ഞങ്ങൾ വിന്നോവർ ചെയ്യും. അതുപോലെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ എന്ത് അനുഗ്രഹമാണോ തന്നത് അത് പങ്കുവച്ച് ഈ 7 പേർക്കും, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 പേർക്കും നൽകണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. നമുക്കിപ്പോൾ ഏകദേശം ഒരു പൊതു ചിത്രം നോക്കുമ്പോൾ 3 മണ്ഡലം, ഇപ്പോൾ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3 മണ്ഡലത്തിൽ അതിശക്തമായ മുന്നേറ്റം, ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒന്ന് മണലൂർ, മറ്റൊന്ന് തൃശ്ശൂർ, മറ്റൊന്ന് നാട്ടിക. ഇതിലേതൊക്കെ സീറ്റാണ് പ്രതീക്ഷ? അങ്ങനെ ചോദിക്കുന്നതിനകത്ത് അല്ല, ഒരർത്ഥവുമില്ല. അതിന് ഞാൻ എന്തെങ്കിലും മറുപടി നൽകുന്നത് പ്രവചന സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളാരും ജ്യോത്സ്യന്മാരല്ല. ആരും ഇതിനകത്ത് ജ്യോത്സ്യനാവാനൊക്കത്തില്ല. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും പറ്റില്ല. പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. ചെയ്തു വെച്ച ജോലിക്ക് ഒരു ആദരവ് കിട്ടും, അതിനൊരു ബഹുമാനം കിട്ടും, ബഹുമതി കിട്ടും എന്ന് പറയുന്നത് വോട്ടിൻ്റെ രൂപത്തിലാണ്. തുടരാനുള്ളത് പുതിയതായി സ്ഥാപിതമാവേണ്ട ഒരു ഭരണ പ്രത്യയശാസ്ത്രം കേരളത്തിലും എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കൊണ്ട് മാത്രമേ വെക്കാൻ സാധിക്കൂ. പക്ഷേ ഭരണപ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്ന് ചേരണം. അതിനു വേണ്ടുന്ന പ്രവർത്തന മികവ് കഴിഞ്ഞ 11.25 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വിലയിരുത്തലുണ്ടാവും. അതിനകത്ത് കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം പറയുന്നവരെ കൃത്യമായി കണ്ടെത്തി കുറവുകൾ മാത്രം പറഞ്ഞ് നടക്കുന്നവരുടെ കുറവുകൾ എന്തായി എന്ന് മാത്രം തുലന ചെയ്ത് നോക്കിയാൽ മതി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അന്നും പറഞ്ഞു, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അംഗീകരിച്ചു. പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ശക്തമായിരുന്നു, അതിശക്തമായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു 5 ലോക്സഭാ മണ്ഡലത്തിലെങ്കിലും അതേ ശക്തമായ പ്രവർത്തനം പാർട്ടിക്കാർ നടത്തിയില്ല എന്ന് നിങ്ങൾ പറയുമോ? 5 അതിശക്തമായ പ്രവർത്തനം തന്നെയാണ് പ്രവർത്തകർ കാഴ്ചവെച്ചത്. അവിടുത്തെ ജില്ലാ അധ്യക്ഷന്മാർ കാഴ്ചവെച്ചത്. ഈ സംസ്ഥാനത്ത് ആത്മാർത്ഥമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ആത്മാർത്ഥത തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി 2024 ഉണ്ടായെങ്കിൽ ഇത്തവണ അവിടുത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആ ആത്മാർത്ഥമായ പ്രവർത്തനം അധ്യക്ഷന്മാർക്കുണ്ടാവും. അവർ നിയോഗിക്കുന്ന താഴെ അറ്റത്തെ ബൂത്ത് പ്രസിഡന്റിന് വരെ ആ ശക്തമായ പ്രവർത്തനം നടക്കാനുള്ള ഊർജം കേരളത്തിലെ ജനങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന് കാരണം. ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ അല്ല, ദ ഫസ്റ്റ് ഓപ്ഷൻ ദിസ് ടൈം ഫോർ മലയാളീസ്, ഫോർ കേരളൈറ്റ്സ്. സംസ്ഥാനത്ത് BJP NDA സഖ്യം എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു? അങ്ങനെ ഒരു പ്രഡിക്ഷൻ സാധ്യമല്ലെങ്കിൽ പോലും പ്രതീക്ഷയല്ല, ആഗ്രഹിക്കുകയാണ്. ഭരണം എന്നൊന്നും ഞാൻ പറയുകയില്ല. പക്ഷേ ഭരണത്തെ നിയന്ത്രിക്കുന്നത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് കേരളത്തിൽ. ഞാൻ ചോദിക്കുന്നത്, കേരള നിയമസഭയിൽ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് ഒരാളുണ്ടായോ? എൻ്റെ വിശ്വാസം, അത് ഏത് മതത്തിൻ്റെ ആവട്ടെ, എൻ്റെ വിശ്വാസ സ്ഥാപനം, സനാതന ധർമ്മത്തിൻ്റെ സ്ഥാപനം, അവിടുത്തെ സ്വർണം കൊണ്ടുവന്ന് വയ്ക്കൂ എന്ന് പറയാൻ ഒരു ശബ്ദം നിയമസഭയിൽ ഉയർന്നോ? ഇതുപോലെ ഓരോ വിഷയത്തിലും, ജലനിധി മിഷൻ, വെള്ളം എവിടെ വരെ കേന്ദ്ര സർക്കാരിൻ്റെ പൈപ്പെത്തി, അത് അവസാനത്തെ പൗരൻ്റെ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കാൻ ഒരാളുണ്ടായോ? ജനറൽ ആശുപത്രിയിൽ 33 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവന്നെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ കൊണ്ടുവന്നത്, അത് ഞാൻ കോൺഗ്രസ്സുകാരനായാലും പിന്തുണയ്ക്കും, മാർക്സിസ്റ്റുകാരനായാലും പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ് നിയമസഭയിൽ ബഹളമുണ്ടാക്കാൻ ഒരാളുണ്ടായോ?
അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതണമെങ്കിൽ ശക്തമായ എണ്ണത്തിൽ ഭരണത്തെ മുള്ളും പുറത്ത് നിർത്തുന്ന, മുള്ളും പുറത്ത് കിടത്തുന്ന ഒരു സംവിധാനം പ്രതിപക്ഷത്തിൻ്റെ രൂപത്തിൽ അത് ഞങ്ങൾക്ക് സാധിക്കണം. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേർവഴിക്ക് നയിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ടു നടക്കുകയോ ചെയ്യുന്ന ശക്തമായ ശബ്ദമായി ഭാരതീയ ജനതാ പാർട്ടി NDA അടുത്ത നിയമസഭയിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇത്തവണ നിർണായകമായ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുക. ഇത്തവണ നിർണായകമായ ഒരു ശക്തിയായി മാറും. അത്രയും ദൂരം ഞാൻ അതല്ല എൻ്റെ തൊണ്ട വറ്റിച്ചത്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിർണായകമാവണം. കിങ് മേക്കർ എന്നൊന്നും അല്ല അതിനെ പറയണ്ട. ആർക്ക് വേണം കിങ്ങിന്? പ്രജാരാജ്യം വരണം, പ്രജാരാജാവ് വരണം. പ്രജ എന്ന് പറയുന്ന വാക്കിലും ഉണ്ട് കേട്ടോ, രാജ. വേണ്ടി വന്നാൽ അടുത്ത ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് സുരേഷ് ഗോപി മത്സരിച്ച് വിജയിച്ച് കേന്ദ്രമന്ത്രിയായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ സാമാജികനായിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് ഈ ഇലക്ഷന് നിൽക്കുക എന്ന് പറയുന്ന എൻ്റെ നേതാക്കൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. ഈ അനീഷിനോട് ചോദിക്കൂ. അല്ല, അതൊക്കെ എത്ര തവണ അല്ലല്ല വളരെ ക്ലിയർ ആണ്. ലൈവല്ലേ ഇത്? ലൈവല്ലേ ഇത്? ലൈവല്ലേ ഇത്? വരണം, പറയുന്നതെല്ലാം വരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണ വാഹനത്തിൽ നിൽക്കുമ്പോൾ അനീഷ് ഉണ്ടായിട്ടില്ല, പക്ഷേ രഘു ഉണ്ടായിട്ടുണ്ട്. ആ രഘുവിനോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു? ഫോണിൽ വിളിച്ച് അനീഷ് ഇരിക്കുന്നിടത്ത് വിളിച്ച് എത്ര തവണ? നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ പാർട്ടിക്കാരനുണ്ടോ നിർത്താൻ? നിർത്തിക്കോളൂ, എനിക്കിതൊന്നും അല്ല ആവശ്യം എന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ഞാൻ ഏത് മത തീവ്രവാദി ഇതിന് വൃത്തികെട്ട രീതിയിൽ ഇതിന് ഒരു പരിഭാഷ നൽകിയാലും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം, ഞാൻ പറയുന്ന അടുത്ത ജന്മത്തിലേ അല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. അത് വെച്ചിട്ടൊന്നും ഒരാൾക്കും പൊട്ടിയൊലിക്കേണ്ട ആവശ്യവുമില്ല. തനിയെ റോസ്റ്റ് ചെയ്യാനുള്ള എണ്ണ കിട്ടും, അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ എൻ്റെ ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാകാമെന്ന് ഇത് ഞാൻ സ്വർഗീയനായ PT മോഹനകൃഷ്ണൻ അദ്ദേഹത്തോട് ഞാൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുണ്ടല്ലോ, അവരൊക്കെ കോൺഗ്രസ്സുകാരല്ലേ, അവരോട് ചോദിക്കൂ. എൻ്റെ ഏറ്റവും വലിയ മോഹം അതാണ്. നമുക്കൊരു അംബിഷൻ വെൻ ഇറ്റ് കംസ് ടു പബ്ലിക് സർവീസ്. അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അവിടെ ഭഗവാന്റെ പേരിൽ വരുന്ന കാശെടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോയി വീട്ടിൽ അച്ചിമാർക്ക് കൊടുക്കാതെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ലേ? ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയാൽ ഭഗവാന്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ വിശ്വാസത്തിലേക്ക് അർപ്പിച്ച ഹൃദയ സമർപ്പണം, അത് കാണിക്കയായാലും സ്വർണമായാലും വെള്ളിയായാലും ചെമ്പായാലും അത് മുഴുവനെടുത്ത് പാവപ്പെട്ട, ജാതി നോക്കാതെ പാവപ്പെട്ടവന് വേണ്ടി ഒരു ആതുര സേവന കേന്ദ്രമാവില്ലായിരുന്നോ? ഇതൊക്കെയാണ് സ്വപ്നം. ഒരു ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് വരണം. അവിടെ പിരിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ജനങ്ങൾക്ക്, പ്രജകൾക്ക്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രതീക്ഷിക്കുന്നു. അയ്യോ, അതൊന്നും ആഗ്രഹമേ അല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എനിക്ക് തൃശ്ശൂർ എൻ്റെ വോട്ടുണ്ടാവണം നിയമസഭയ്ക്ക്. ലോക്കൽ ബോഡിക്ക് എനിക്കത് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് 98 ഞാൻ വാങ്ങിയ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റ് എൻ്റെ അവകാശമാണ്. അത് വാടകയ്ക്കൊന്നുമല്ല. ആണേലും എൻ്റെ അവകാശം, അല്ലെങ്കിൽ കോടതിയിൽ പോയി അവർ തെളിയിക്കട്ടെ. വോട്ട് ചേർത്തതിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നല്ലോ. വിമർശനം ആരാ ഉന്നയിച്ച്? ഒരു നയാ പൈസയ്ക്കുള്ള മൂല്യമുണ്ടോ അവരുടെ വിമർശനത്തിന്? കോടതിയിൽ പോയി ചോദിക്ക്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് ചോദിച്ചല്ലോ, എന്താ അദ്ദേഹം പറഞ്ഞ് മറുപടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുക. ഇപ്പോൾ അനീഷ് കുമാറും കൂടി ചേരുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൽ ചുക്കാൻ പിടിച്ചു. സുരേഷ് ഗോപി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്തവണ അത് ആവർത്തിക്കില്ലേ? അല്ല, സുരേഷേട്ടൻ മത്സരിക്കുമ്പോൾ ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ആ നിലയ്ക്ക് എൻ്റെ കർത്തവ്യമാണ് ഞാൻ നിർവഹിച്ചത്. ഇപ്പോൾ അദ്ദേഹം BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നു. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അദ്ദേഹം പോകുന്നുണ്ട്. എന്തായാലും ഇത്തവണ മണലൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കും. ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. നല്ല വാർത്തകൾ മെയ് 4-ാം തീയതി മണലൂരിൽ നിന്ന് വരും. 2 മുൻ MLA മാരാണ്. പരാജയം നുണയാത്ത 2 പേരാണ് എതിർ സ്ഥാനാർത്ഥികൾ.
ആവർത്തന വിരസത മണലൂരിലെ ജനങ്ങൾ ഇത്തവണ മാറ്റും. മാറാത്തത് മാറും. മാറ്റം അനിവാര്യമാണ്. 2 MLA-മാർക്കും പരാജയം നുണയേണ്ടി വരും ഇത്തവണ. പരാജയം അറിയാത്ത 2 മുൻ MLA-മാർ ഇത്തവണ പരാജയം അറിയും. അല്ല, ഞാൻ അതൊന്നും പറയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അങ്ങനെ പറയാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞതിലുണ്ട്. ആവർത്തന വിരസത ജനങ്ങൾ മാറ്റും. മാറ്റം അനിവാര്യമാണ്. ഇതായിരുന്നു സുരേഷ് ഗോപിയുടെയും ഭാഷ്യം. ഇലക്ഷന് മുമ്പ് പ്രചരണത്തിൽ ഇത് തന്നെയായിരുന്നു എൻ്റെയും ഭാഷ്യം. എനിക്ക് വ്യക്തമായിട്ടറിയാം, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ എൻ്റെ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ആവശ്യമില്ല. അവിടെ അത് രാജീവ് ചന്ദ്രശേഖറും മറ്റ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന നല്ല പവറുള്ള ആൾക്കാരാണ്. അവരത് നോക്കിക്കോളും.